ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ വടവന്നൂർ സ്ഥലമില്ലേ, പാലക്കാട് വടവന്നൂർ പൊക്കുന്നി ശിവക്ഷേത്രമുണ്ട്. ഏകദേശം കുറച്ച് സിനിമകളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട്, അറിയുമായിരിക്കാം. നല്ലൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസത്തിലും പോവാറുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ എത്തും. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്, 2 വീലറിലാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും സന്തോഷത്തിലാണ്, അച്ഛനും മക്കളും എല്ലാവരും ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ വണ്ടി പോകുന്നത് ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ കുറച്ച് പാടമുണ്ട്. ഇപ്പുറത്ത് ചാലില്ലേ, കനാല്, അതുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡാണെങ്കിൽ നിറച്ച് പാടങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചാല് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് നല്ല വ്യൂ ആണ്. അതിനെ കണ്ട് ആസ്വാദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് അമ്പലത്തിൽ പോവുക പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ നോക്കൂ സമയം, പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് 9 മണിക്കാണ് പോയിരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ മഞ്ഞ് ഇനിയും പോയിട്ടില്ല കേട്ടോ. മഞ്ഞ് ഇപ്പോഴും നോക്ക്, പാടത്തിൽ മഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിലോ എങ്ങനെ അതിഥി പോകുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാടവും ആകാശവും പരുന്തും പറഞ്ഞ പോലെ എല്ലാം നോക്കിക്കൊണ്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിയുമ്പോൾ നേരെ സ്ട്രൈറ്റ് റോഡ് പോയിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിയണം കേട്ടോ. ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് നമുക്ക് പൊക്കുന്നി ശിവക്ഷേത്രം എത്തുക. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എൻ്റെ അടുത്ത് എന്തിനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് പറയുന്നത് എന്നൊക്കെ. അല്ല, ആരെങ്കിലും വരുന്നവർ ലോങ് എന്നൊക്കെ ചില ആൾക്കാർ വരാറുണ്ടല്ലോ. അത് ഏറ്റവും കുറച്ച് പ്രസിദ്ധമായ അമ്പലം തന്നെയാണ്. നമ്മൾ പൊക്കുന്നി അമ്പലത്തേക്ക് പോകുന്നതിൻ്റെ ആ റോഡ് കിടക്കില്ല, അതിൻ്റെ ഇപ്പുറത്തന്നെ അയ്യപ്പൻ കോവിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ശിവൻ്റെ അവിടെ തൊഴുതിയിട്ട് തിരിച്ച് പോകുമ്പോൾ അയ്യപ്പൻ്റെ അവിടെ തൊഴുതിയിട്ടാണ് പോവുക. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളത്തിൻ്റെ നടുക്കാണ് അമ്പലം ഉള്ളത്. കുളത്തിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു ശിവലിംഗമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശിവൻ്റെ ഇതൊക്കെ. അപ്പോൾ അത് എത്ര വെള്ളം വന്നാലും അത് മുങ്ങില്ല എന്നും അങ്ങനെ എന്തോണം അതിൻ്റെ ഐതിഹ്യമുള്ളത്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അയച്ചിട്ട് അച്ഛനും മക്കളൊക്കെ കൂടി സന്തോഷമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. അവർ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ അലോഡല്ല. ഫോൺ കയ്യിൽ പിടിക്കാം, പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് ഇടയിൽ വന്നതാണ് ഈ മീനൂട്ട് എന്നുള്ള സംഭവം. 10 രൂപ എന്തോ കൊടുത്തേ നമുക്ക് മീനൂട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ തൊഴുതുന്നതും അമ്പലത്തിൻ്റെ അതൊന്നും എടുത്തില്ലെങ്കിലും ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ മീനൂട്ടൊക്കെ നിറയെ മീനുകളുണ്ടാവും. ഈ മീനൂട്ട് കൊടുക്കുന്ന സമയത്ത് മീനുകൾ തന്നെ ഭയങ്കര കലഹത്തിലായിരിക്കും വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട്. നല്ല മീനുകളാണ്, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മളെന്നും അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ പോയാലും മീനൂട്ട് വാങ്ങിച്ചിട്ട് അത് കൊടുക്കാറുണ്ട്. നമ്മൾ നോക്കൂ, എത്രയാ മീനുകൾ കണ്ടോ, നിറയെ ഉണ്ട്. ഇത് നമ്മളെ കുളത്തിൻ്റെ സൈഡ് തന്നെ ഇഷ്ടംപോലെ മീനുകളുണ്ടാവും. അപ്പോൾ നമ്മൾ മീനോട്ടൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ കുട്ടീനെ അവിടെ കളിക്കാനൊക്കെ വിട്ടു കേട്ടോ. അവനങ്ങനെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓടിക്കളി ചാടിക്കളി അങ്ങനെയൊക്കെ ആയി. അതായത് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ നടയടിക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ വേഗം അർച്ചനയ്ക്കൊക്കെ കൊടുത്ത് എല്ലാം അവിടെ കൊടുത്തും കൊണ്ട് നമ്മൾ തൊഴുതി വേഗം വെളിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. കാരണം നട അടച്ചു. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. അതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കുറിയിടുന്നത്. എപ്പോഴും ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ താലി ഉണ്ടല്ലോ, താലിമാലയിൽ എന്നും ചന്ദനവും കുങ്കുമവും എല്ലാം നമ്മൾ തേക്കേണ്ടത്. അതൊരു വിശ്വാസമാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല, താലിമാല ഇടാത്ത എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കൊരു വിശ്വാസമാണ്. അങ്ങനെ നമ്മൾ സിന്ദൂരമൊക്കെ തൊട്ട് പൊട്ടൊക്കെ വെച്ച് ദയേട്ടന് കുറിയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ പൂവ് കിട്ടുമല്ലോ, ആ പൂവും നമ്മൾ തലയിൽ വെച്ചു. അതിന് പിള്ളേർക്ക് കുറിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതുണ്ടല്ലോ, ചെറുതിന് ഒരു വട്ടിക്ക് അവൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ അവനാണെങ്കിൽ ഓടിക്കളിക്കുന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയ കുട്ടിക്ക് കുറിയൊക്കെ ഇട്ട് കൊടുത്തു. എന്നെ ഒന്ന് നോക്കടാ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ അവനങ്ങനെ ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറേ നേരം ഇരുന്ന് കുളവും ഇതെല്ലാം നോക്കി നമ്മൾ വെളിയിൽ വന്നിട്ടാണ് കേട്ടോ അതൊക്കെ നോക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് ഇവർ കളി തന്നെ കളി.
ഒരിടെ അവൻ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവനിങ്ങനെ ഓടിക്കളിക്കണം. പക്ഷേ ചെറിയ ഗ്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവനങ്ങനെ പോവുമല്ലോ. പിന്നെ അങ്ങനെ അച്ഛൻ്റെ ചെവിയിൽ പൂവ് കണ്ടപ്പോൾ അവനൊരാഗ്രഹം, എനിക്ക് പൂവ് വയ്ക്കണം എന്ന്. അങ്ങനെ അവനും പൂവൊക്കെ വെച്ച് അതിന് സന്തോഷമാണ് കേട്ടോ. പിന്നെ ദൈവൻ ഈ എടുക്കുന്ന സാധനം എനിക്ക് ആദ്യം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാനതെന്തോ ആണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഈ കൂവളത്തിൻ്റെ കായോ അങ്ങനെ എന്തോ ആണ് പറയണ്ടായിരുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ഇതാണ് ഇപ്പോൾ ഈ കോവളത്തിൻ്റെ സംഭവം, മാല കെട്ടാനൊക്കെ എടുക്കുന്നു പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ് കേട്ടോ. നമ്മൾക്ക് ഏറ്റവും ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും വ്യൂ കാണാൻ പറ്റും, അമ്പലത്തിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ശരി, നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് വരികയാണ്. അപ്പോൾ എല്ലാവരും നോക്കി പറയുമ്പോൾ ദൈവനാണെങ്കിൽ അതിനേക്കാളും മോശമാണ് വലിയ കുട്ടി. എന്താ വെച്ചാൽ അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടന്ന് ഒരു മിനിറ്റ്, രണ്ടാളും ഒരു മിനിറ്റ് വെറുതെ നിൽക്കില്ല. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് ഇരിക്കുകയാണ്. അവനും അതേപോലെ അതിൻ്റെ നേരെ അമ്പലം നമ്മൾ ഫ്രണ്ടിൽ വരില്ലേ, അപ്പോൾ അവിടെ ഇതേപോലെ തന്നെയാണ്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് വലിയ കുട്ടിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവന് കുറച്ച് പോസൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിരിയാണ് അവൻ ചിരിക്കുന്നത്. അങ്ങനെ അവന് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ ഓടി, പോ അമ്മ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതന്നെ ഇങ്ങനെ നടന്നു. അങ്ങനെ കുറേ നടന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾ പണങ്ങി പോകുന്നു, ഒരാൾ തിരിച്ചു വരുന്നു. അയ്യോ മതിയായപ്പോൾ പണക്കം മാറ്റാൻ വേണ്ടി ഞാൻ അവൻ്റെ കൂടെ പോയി. അങ്ങനെ അവനെ ചിരിപ്പിച്ചു. പക്ഷെ അവന് വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. ഞാൻ അത്തണ്ടാവും. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല അവന് വീഡിയോയിൽ വരാൻ. അങ്ങനെ ഞാനും ആദ്യമായിട്ടാണ് എൻ്റെ ഫേസൊക്കെ കാണിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ഇത് കാണണം എന്നൊന്നുമില്ല, എങ്കിലും പറയുക. അവന് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുമ്പോഴാണല്ലോ നമ്മൾ ഈ അയ്യപ്പ ക്ഷേത്രം ഉണ്ടാവുക. അപ്പോൾ അവിടെയും കൂടി തൊഴുതിയ ശേഷമാണ് നമ്മൾ തിരിച്ച് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ അമ്പലത്തേക്ക് തൊഴുതാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവന് കണ്ടോ കോവളത്തിൻ്റെ കായൊക്കെ എടുത്തിട്ടുണ്ട് കുട്ടി. ഇതാണ് അയ്യപ്പ ക്ഷേത്രം കേട്ടോ. പക്ഷെ ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് അവിടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മടി ഉണ്ടാവുമല്ലോ. അങ്ങനെ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് തൊഴുതി. അങ്ങനെ നേരെ നമ്മളെപ്പോഴും പതിവാണ് കേട്ടോ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകുന്ന ചായക്കടയിൽ പോയപ്പോഴും അവനുണ്ട് അവിടെ ഒരു പണി പറ്റിച്ചു. വേസ്റ്റ് ഇട്ടതിനെ പോയി പിടിച്ച് വലിച്ച് എല്ലാം താഴെ ഇട്ടു. പാവാ ചേച്ചി. അങ്ങനെ ഞങ്ങൾ എന്താ വാങ്ങുക എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോൾ അവന് പഴംപൊരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ 2 പഴംപൊരിയും ഏട്ടൻ എന്താ എടുത്ത് ഉഴുന്നുവട അങ്ങനെ എന്താണോ തോന്നുന്നു. അപ്പോൾ എനിക്കിങ്ങനെ നോക്കിയപ്പോൾ വട കഴിക്കാനൊരു ആഗ്രഹം തോന്നി. അപ്പോൾ എനിക്കത് പഴംപൊരിയാണ് തന്നെ. അപ്പോൾ ചെറിയ കുട്ടിക്ക് കൊടുക്കാമല്ലോ എന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വടയും കൂടി വാങ്ങിച്ചു, ചായയും എടുത്തു. അപ്പോൾ ഞാൻ ചായയും പഴംപൊരി ഞാൻ കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ടോ പഴംപൊരിയും കൊണ്ടാണ് ഒരാൾ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ കൊടുക്കാറില്ല, പക്ഷേ നമ്മൾ ചെറുതായിട്ട് കുറച്ചൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതേ സെയിം നമ്മൾ പാടവരമ്പത്തോടെ തന്നെ നമ്മൾ വീണ്ടും ചെവിയിലെ പൂവൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭക്തനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ അവൻ കണ്ടോ വീഡിയോയിൽ നോക്ക് പറഞ്ഞാൽ അവനങ്ങനെ താഴും. അവൻ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ ആദ്യമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.